ഞങ്ങൾക്ക് കാട്ടുവെച്ചുണ്ടായ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. അത് രാത്രിയിൽ മൃഗങ്ങളെ വേട്ടയാടാൻ വന്ന ഒരു വേട്ട സംഘത്തെ പിടിച്ച കഥയാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കാലം നാച്ചുറലിസ്റ്റായിട്ട് വർക്ക് ചെയ്തത് മധ്യപ്രദേശിലെ കൻഹ നാഷണൽ പാർക്കിലാണ്. ഏകദേശം 6 വർഷത്തിലധികം അവിടെ ജോലി ചെയ്തു. അപ്പോൾ 2017 അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. 2017 കൻഹ ടൈഗർ റിസർവിൻ്റെ 2 ബഫർ സോണുകൾ ഓപ്പൺ ചെയ്തു. അവിടെ മെയിനായിട്ട് കുറേയേറെ കോർ സോണുകളുണ്ട്. ബഫർ സോണിൽ സഫാരി ഓപ്പൺ ചെയ്തു. അത് സിജോര ബഫറും പിന്നെ മുക്കി സോണിനടുത്തുള്ള കാപ്പ ബഫർ എന്ന് പറഞ്ഞ 2 സോണുകൾ ഓപ്പൺ ചെയ്തു. അപ്പം അവിടെ പകൽ സമയത്ത് നമുക്ക് സഫാരിക്ക് പോകാം. അവിടെ നൈറ്റ് സഫാരിയും ഓപ്പൺ ചെയ്തു. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് കാപ്പ ബഫർ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന്. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം രാത്രി ഓർത്തുന്ന പിന്നെ ഒരു ദിവസം രാത്രിയിൽ സഫാരിക്ക് പോയായിരുന്നു. കാരണം പകൽ പോയി കഴിഞ്ഞാൽ പകൽ സമയത്തൊക്കെ ഈ ബഫർ സോണിലൊക്കെ വില്ലേജസ് ഒക്കെ വന്നിട്ട് അവർ കാല് മേയ്ക്കാനും പശുക്കളെയും മാടുകളെയൊക്കെ ആയിട്ട് കാടിൻ്റെ അകത്തോടെ കയറി നടക്കാറുള്ള സ്ഥലമാണ് ബഫർ സോൺ. അത് അലൗഡാണ് അവിടെ ബഫർ സോണിൽ. പക്ഷേ രാത്രി ആകുന്ന സമയത്തൊക്കെ അത് മൃഗങ്ങളുടെ നല്ല ആക്ടിവിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ പല പ്രാവശ്യം അവിടെ കടുവയും പുലിയും ഹൈനയും വുൾഫിനെയും ഒക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ആക്റ്റീവ് ആകുന്ന മുള്ളംപന്നി, കാട്ടുപൂച്ച, മരപ്പട്ടി, ഇതിനെയൊക്കെ കാണാനായിട്ട് ബെസ്റ്റ് ടൈം രാത്രിയാണെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഓർത്ത് എന്നാൽ പിന്നെ അന്ന് രാത്രിയിൽ നമ്മൾ സഫാരിക്ക് പോകുന്ന ഓർത്തു. അപ്പം എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾ 6 പേരുണ്ട്. അതിൽ 3 പേര് രാജസ്ഥാൻകാരാണ്. രാകേഷ് സോളങ്കി, സച്ചിൻ ശർമ്മ, ഘൻശ്യാം എന്ന് പറഞ്ഞ 3 പേര് രാജസ്ഥാൻകാർ. പിന്നെ ഒരു മഹാരാഷ്ട്രക്കാരൻ പ്രണാദ് പാട്ടിലുണ്ട്. പിന്നെ പിന്നെ കൻഹയുടെ കോർസോണിൻ്റെ തൊട്ടടുത്തുള്ള മുക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ താമസിക്കുന്ന തീരത്ത് സിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഗൈഡൊക്കെയാണ്. അപ്പോൾ തീരത്തുണ്ട്. ഞങ്ങളിങ്ങനെ 6 പേര് നൈറ്റ് സഫാരിക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ നൈറ്റ് സഫാരി ആ സമയത്തൊക്കെ ഗൈഡ്സ് ഒന്നുമല്ല, അവിടെ ഫോറസ്റ്റിന് തന്നെ ഒരു വാച്ചറാണ് നമ്മുടെ കൂട്ടത്തിൽ സഫാരിക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ 7 മണി മുതൽ 10 മണി വരെയാണ്, രാത്രി 7 മണി മുതൽ 10 മണി വരെയാണ് സഫാരി. അപ്പം പ്രണാദാണ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങൾ എൻട്രി ഒക്കെ എടുത്തിട്ട് വാച്ചർ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, ഞങ്ങൾ 6 പേര് പുറകിലിരിക്കുന്നു. അപ്പം വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് മൃഗങ്ങളൊന്നും കാണുന്നില്ല, പ്രത്യേകിച്ച് സ്പോട്ടഡ് ഡിയറോ പുള്ളിമാനോ വേറെ മൃഗങ്ങളൊന്നും കാണുന്നില്ല. ഞങ്ങളൊരു ചെറിയൊരു നദിയൊക്കെ കടന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല ഇരുട്ടാണ് അന്നത്തെ ദിവസം, അന്ന് അധികം വെളിച്ചമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് റോഡിൻ്റെ നടുക്ക് ഞങ്ങളൊരു പക്ഷിയെ കണ്ടു. നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ അതിന് വയൽക്കണ്ണൻ എന്ന് പറയും. ഇന്ത്യൻ തിക്നി എന്ന് പറഞ്ഞൊരു പക്ഷിയാണ്. അത് റോഡിന് നടുക്ക് ഇങ്ങനെ വന്നിരിക്കുക. പെട്ടെന്ന് ഞങ്ങളുടെ ജിപ്സിയുടെ വെട്ടം അടിച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല, അതിങ്ങനെ ഷോക്ക് അടിച്ചിട്ട് ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ ഓർത്തുന്ന വണ്ടി ഒരു 2 മിനിറ്റ് ഓഫ് ചെയ്തിടാം, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞങ്ങൾ മിണ്ടാതെ 2 മിനിറ്റ് ഇരുന്ന് എന്നിട്ട് ഓർത്ത് പക്ഷി പോയി കാണുന്നു. ഞങ്ങൾ പിന്നെ വണ്ടി ഓൺ ചെയ്ത് ലൈറ്റ് അടിച്ചപ്പോൾ ആ പക്ഷി അവിടെ തന്നെ അനങ്ങാതിരിപ്പുണ്ട്. നമ്മളോർത്ത് എന്നാൽ പക്ഷിയെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, ആ ഒരു വഴി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി ഓഫ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് അവിടെ അനങ്ങാതിരിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ മിണ്ടാതെ അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ നല്ല ഇരുട്ടാണ്, കുറ്റാക്കൂരിട്ട്. അപ്പം ആ സമയത്ത് ഇടത്ത് സൈഡിൽ നിന്ന് ഞങ്ങൾ ചില സൗണ്ടുകൾ കേൾക്കാനും തുടങ്ങി. പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ഒരു 8-10 കാട്ടുപന്നി ഒറ്റ ഓട്ടം ഓടി അങ്ങ് പോയി. പെട്ടെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ കാട്ടുപന്നി ഓടിപ്പോകുന്നുണ്ട്. ദൂരെ നിന്നൊരു സൗണ്ടും കേൾക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഒരു 5-6 ടോർച്ച് ലൈറ്റ് അവിടെ നിന്ന് വരുന്നുണ്ട്. അവർ ഞങ്ങളുടെ നേരെ സ്ട്രെയിറ്റ് ഇങ്ങനെ നടന്നു വരുന്നത്. ഞങ്ങൾ നല്ല ഇരുട്ടായതുകൊണ്ടും ഞങ്ങളെ അവർക്ക് കാണാൻ പറ്റുന്നില്ല. ദൂരെ നിന്ന് അവർ വരുന്നുണ്ട്. അവരുടെ കയ്യിൽ ഒരു ഗുങ്കുരു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞങ്ങൾക്കൊരു ഗുങ്കുരുവിൻ്റെ സൗണ്ടും കേൾക്കാൻ പറ്റും. ഗുങ്കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെലങ്കയൊക്കെ അണിയിക്കുന്ന പോലത്തെ ഒരു സൗണ്ടാണ്. അത് ഒരു തടിയിലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുന്ന സമയത്ത് ഗുരു 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 എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനാണ് ഗുങ്കുരു എന്ന് പറയുന്നത്. അവിടെ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ വേട്ടക്കാരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗുങ്കുരു. ഇതിൻ്റെ സൗണ്ട് സ്ഥിരമായിട്ട് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മൃഗങ്ങളുടെ അടുത്തിട്ട്, ഇപ്പോൾ ഒരു പന്നിയോ അല്ലെങ്കിൽ കടുവയോ പുലിയോ ഒക്കെ അടുത്തുണ്ടെങ്കിൽ ഈ ഗുങ്കുരുവിൻ്റെ സൗണ്ട് വെച്ചുകൊണ്ട് അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കാനും പറ്റുള്ളൂ. ആൾക്കാർ നടന്നു വരുന്ന സൗണ്ടൊന്നും, കാൽപാദത്തിൻ്റെ സൗണ്ടൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എളുപ്പത്തിൽ മൃഗങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ ഈ ഗുങ്കുരുവിൻ്റെ സൗണ്ടും ടോർച്ചും ഒക്കെ ആയിട്ട് 5-6 ടോർച്ചൊക്കെ അടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ നടന്നു വരിക. അപ്പോഴാണ് ഞങ്ങളുടെ വാച്ചർ പറഞ്ഞു, സാറേ അതിവിടുത്തെ പോച്ചേഴ്സാണ്, സ്ഥിരമായിട്ട് അവർ മൃഗങ്ങളെ കൊല്ലാറുണ്ട്, നമുക്കിന്ന് അവരെ പിടിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അതിനെന്താ, ഇന്ന് നമ്മൾ എന്തായാലും പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കയ്യിലെല്ലാം നല്ല ടോർച്ചുകൾ, നല്ല പവർഫുള്ളായിട്ടുള്ള ടോർച്ചുകളുണ്ട്. അപ്പോൾ ഞാനാണ് ഈ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു തൊട്ടടുത്ത് വരുന്ന സമയത്ത് നമ്മളെല്ലാം പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ടോർച്ച് ലൈറ്റ് തെളിച്ചിട്ട് ഉറക്ക എന്ന് പറഞ്ഞാൽ കാറിയിട്ട് എല്ലാവരും ഒരുമിച്ച്, 6 പേര് ഒരുമിച്ച് കാറിയിട്ട് ഒരുമിച്ച് ടോർച്ച് അടിക്കുമ്പോൾ പെട്ടെന്ന് അവർ പേടിക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവർ അടുത്തെത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ നടന്നു വരിക. 200 മീറ്റർ, 100 മീറ്റർ, ഒരു 50 മീറ്റർ, ഒരു 30 മീറ്റർ അടുത്തെത്തിയപ്പോൾ അവർക്ക് എന്തോ മണത്തം തോന്നും. അവർക്ക് തോന്നി എന്തോ റോഡിൽ ആൾക്കാർ നിൽപ്പുണ്ടോ എന്ന് അവർക്കൊരു സംശയം. അവർ അനങ്ങാതെ നിന്ന് ടോർച്ചൊക്കെ ഓഫാക്കിയിട്ട് അവിടെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് നമ്മൾ പോവല്ലേ എന്ന് പറഞ്ഞു, ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുകയും ഈ ടോർച്ച് അടിച്ചിട്ട് ഒറ്റ കാർച്ചയും ഞാൻ പെട്ടെന്ന് ഓടി അവരുടെ നേർക്ക്. അപ്പോൾ തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള ബാക്കി 5 പേര് ഒരുമിച്ച് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. അവരും ടോർച്ച് തെറിച്ചിട്ട് കാറി കൂവി അവർ ഓടാൻ തുടങ്ങി. അപ്പോൾ ഒരു 30 മീറ്റർ ആയിട്ട് ഞാനൊരു 8-10 സെക്കൻഡിനുള്ളിൽ ഞാൻ ഓടി ഒരാളുടെ അടുത്തെത്തി.
അപ്പോൾ ചെല്ലുമ്പോൾ ഒരാളിങ്ങനെ നിൽക്കുകയാണ് അവിടെ. അപ്പം ഇങ്ങനെ കണ്ണൊക്കെ മിഴിച്ചിട്ട് പേടിച്ചരണ്ട ഒരു മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്. ഒരു വെളുത്ത ബെന്നിനും ഒരു ബ്രൗൺ കളറുള്ള പാൻറ്റും ഇട്ടിട്ട് ഒരാളിങ്ങനെ സ്റ്റണ്ടായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ പണ്ട് കാലത്ത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ മനുഷ്യരൊക്കെ നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് എന്തെങ്കിലും കണ്ട് പേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാൻറ്റിൽ മൂത്രം ഒഴിക്കുന്നത്. ഞാൻ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ പുള്ളി ഇങ്ങനെ പേടിച്ച് നിന്നിട്ട് പുള്ളിയുടെ ഈ ബ്രൗൺ പാൻറ്റിൽ ഇങ്ങനെ മൂത്രം ഒഴിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയെ കണ്ട്. അപ്പോൾ പുള്ളിയുടെ കൈയുടെ തൊട്ട് താഴെ ഒരു വലിയൊരു കുന്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കൺസ്ട്രക്ഷനൊക്കെ ഉപയോഗിക്കത്തില്ല, വീട് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന നല്ല തിക്കായിട്ടുള്ള നീളമുള്ള കമ്പി, അതൊരു 8-10 അടി നീളമുള്ള കമ്പിയായിട്ട്, കമ്പിയുടെ അറ്റം കൂർപ്പിച്ചിട്ട് ആ കമ്പിയായിട്ടാണ് ഇവർ മൃഗങ്ങളെ കൊല്ലാൻ പോകുന്നത്. അപ്പോൾ ആ കമ്പി തൊട്ട് താഴെ ഇരിപ്പുണ്ട്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള ഘൻശ്യാമിനോട് ഘൻശ്യാംജി പക്കോട്ടിലോ ഉസ്കോ കൈ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഘൻശ്യാം ഇങ്ങനെ കൈ പിടിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബാക്കിയുള്ള 5-6 പേരും ബാക്കിയുള്ള പോച്ചർമാരുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അവരെല്ലാം തിരിച്ചു വിളിച്ചു. സച്ചിനെ, പ്രണത എല്ലാവരും തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചു വന്നിട്ട് അപ്പം തന്നെ ഈ പുള്ളി പറഞ്ഞു, ഞാനിവിടെ വിറക് വെട്ടാൻ വന്നത്, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള വാച്ചർ പറഞ്ഞു, വിറക് വെട്ടാനൊക്കെ കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം, വരാൻ പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹത്തെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ വണ്ടിയിലിരുത്തിയിട്ട് അവിടുന്ന് ബഹിർ എന്ന് പറഞ്ഞ ടൗൺ തൊട്ടടുത്ത്, അവിടെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റേഞ്ച് ഓഫീസൊക്കെ ഉള്ളത്. നമ്മൾ പതിയെ ഇദ്ദേഹമായിട്ട് റേഞ്ച് ഓഫീസിലോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ റേഞ്ച് ഓഫീസറുണ്ട്. നമ്മൾ വിളിച്ചു പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരാളെ കൊണ്ട് വരുന്നുണ്ട്. അദ്ദേഹം ചെന്നുടനെ അദ്ദേഹം കൊണ്ട്. അപ്പം അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ് ഇവർ സ്ഥിരമായിട്ട് മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, പലതരത്തിലുള്ള കടുവയും പുലിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, നമുക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, ഇതുവരെ നമുക്ക് ഇവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വലിയ താങ്ക്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞത്, സാറേ ഞങ്ങളുടെ പേരോ നിങ്ങളുടെ ഹോട്ടലിൻ്റെ പേരോ ഒന്നും വെളിയിൽ വരരുത്, കാരണം താമസിക്കുന്നത് വന്നു കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നമാവും. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ പതിയെ ഹോട്ടലിലോട്ട് തിരിച്ചു വന്നിട്ട് അന്ന് ആകെ വിയർത്തൊലിച്ചാൽ വന്നത്. കാരണം അന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പേടി തോന്നി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അവിടുത്തെ റേഞ്ച് ഓഫീസർ വിളിച്ച് ചോദിച്ചു, സാറേ എന്തായി വിവരം, പുള്ളിയെ എന്തെങ്കിലും വിവരം അറിഞ്ഞു? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ആ ഗ്രാമത്തിലുള്ള മൊത്തം ആൾക്കാർ 10-200 പേര് ഒരുമിച്ച് വന്നിട്ട് റേഞ്ച് ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഗ്രാമത്തിലുള്ള ഒരാൾ വിറക് വെട്ടാൻ പോയപ്പോൾ നിങ്ങൾ എന്തിനു പിടിച്ചെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ബലമായിട്ട് അവിടെ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് പോകാന്നുള്ളതാണ് കേട്ടത്. പക്ഷേ അവർക്കൊരു കാര്യം ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ട് വിവരം രാത്രി തന്നെ ഇതിനകത്ത് നിന്ന് വിവരം എടുത്ത് ആരൊക്കെ പോകുന്നുണ്ട്, ആ പോച്ചർമാർ ആരൊക്കെയാണ് മൃഗങ്ങളെ കൊല്ലാൻ പോകുന്നത്, കൃത്യമായ വിവരം എടുത്തിട്ട് ഇവർക്ക് ഈ ഗ്യാങ്ങിനെ കുറിച്ചുള്ള വിവരം കൂടുതലായിട്ട് കിട്ടിയിട്ട് അവരുടെ ആ മൃഗങ്ങളെ കൊല്ലുന്ന സ്വഭാവം അത് നിർത്തിക്കാനായിട്ട് അവർക്ക് പറ്റി. ഇതാണ് ഞങ്ങൾക്ക് കാട്ടി വെച്ചുണ്ടായ ഒരു അനുഭവം. ഒന്ന് ഓർത്ത് നോക്കി കഴിഞ്ഞാൽ കാണിച്ചത് വളരെ മണ്ടത്തരമാണ്. ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ ഈ ആവേശം കയറിയിട്ട് വണ്ടി ഒന്ന് ചാടി ഇറങ്ങി അവരുടെ നേരെ ഓടുന്ന സമയത്ത് ഈ കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർ നേരെ കുന്തം പിടിച്ചുകൊണ്ടിരുന്നത് ഒരുപക്ഷെ ഞാൻ ഓടിച്ചെന്ന് കയറുന്ന കുന്തത്തിലോണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ വല്ല തോക്കോ വല്ല വെട്ടിരുവാളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ വെച്ചിട്ട് അവന്മാർ കീച്ചിരുന്നെങ്കിൽ ഈ കഥയൊന്നും പറയാനായിട്ട് ഞാനിവിടെ കാണത്തില്ല. അപ്പം ചില സമയത്ത് ഓർക്കുമ്പോൾ മണ്ടത്തരമായിട്ട് തോന്നും, ചില സമയത്ത് ഓർക്കുമ്പോൾ വലിയ വീരകൃത്യം ചെയ്ത പോലെയൊക്കെ തോന്നും. എന്നിരുന്നാലും ഇതായിരുന്നു കാട്ടിൽ വെച്ച് ഞങ്ങൾ ആദ്യമായിട്ടൊരു പോച്ചർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വേട്ടയാടൽ സംഘത്തെ കണ്ടതും പിടിച്ചതും. പിന്നീട് 1-2 പ്രാവശ്യം കൂടെ വേട്ടയാടൽ സംഘത്തെയൊക്കെ കണ്ടിട്ടുണ്ട്. ആ കഥയൊക്കെ പിന്നീട് നമുക്ക് സമയം കിട്ടുമ്പോൾ വേറൊരു പ്രാവശ്യം പറയാം. എന്നിരുന്നാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഒരു അനുഭവമായിരുന്നു. ഇപ്പോഴും ഓർക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് പേടിയൊക്കെ തോന്നുന്ന ഒരു അനുഭവമായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ കമൻറ്റിലിടുന്ന പല സജഷൻസും ഒക്കെ കാണാറുണ്ട്. അതെല്ലാം നമ്മൾ തുടർച്ചയായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ. Keep watching my channel. Thank you so much.